വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ? ഓ ആയിക്കോട്ടെ. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി. എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? പഞ്ചാര പായസം ഉണ്ണുന്ന മടത്തത്തെ പയ്യന്മാർ നിന്നെ കണ്ട് കണ്ണു വെക്കും. 80 കിലോമീറ്റർ സ്പീഡില് പടച്ചോനെ നിങ്ങൾ കാത്തോളീന്ന് പറഞ്ഞൊരു പോക്കുണ്ട്. ആ പോക്ക് കണ്ട ഏത് പെണ്ണിനും പ്രേമം തോന്നി പോവും മോനെ. പയ്യന്മാർ നിന്നെ കണ്ട് കണ്ണു വെക്കും. എന്റെ മനോഹരേട്ടാ, എന്തൊക്കെ അഭ്യാസങ്ങൾ ഈ ചെറുക്കൻ കാണിക്കണേ. പിന്നെ ഈ കാണുന്ന പേഴ്സണാലിറ്റിയേ ഉള്ളൂ, ഫിനാൻഷ്യലി ഞാൻ വളരെ വീക്കാം. ഓടാ അവിടുന്ന്. അത്രയ്ക്ക് സൗന്ദര്യമൊന്നും എനിക്കില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഇവനാള് മോശമില്ലല്ലോ, ഇവന് തന്നെയാ പരിപാടി. പടച്ചോനെ, ഇവന്റെ സീറ്റാ വരച്ചത് എന്റെ തലയെ വരച്ചിരുന്നെങ്കിൽ. ഒരു ബസ് ഓണർ എന്നൊക്കെ പറഞ്ഞ എന്താ വെയിറ്റ് പോരാത്തതിന് ഗൾഫ് പോണതിന്റെ മുന്നേ കണ്ടക്ടർ ലൈസൻസ് എടുത്ത ആളല്ലേ മുരളി? ക്ലീനർ പണിക്ക് ഞാനും ഇല്ലേ? പെൺകുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ വായി നോക്കിയിട്ടുള്ളത് ആരെന്നറിയാവോ? അത് നിങ്ങളെല്ലാം വിചാരിക്കുന്ന പോലെ കുഞ്ചാക്കോപനും ദിലീപിനും ഒന്നല്ല, നമ്മുടെ നാട്ടിലോടുന്ന ബസ്സിലെ കണ്ടക്ടർ ആൻഡ് ഡ്രൈവർ. അതുകൊണ്ടാണ് പ്രൈവറ്റ് ബസ്സിൽ പെണ്ണ് കെട്ടാത്ത ചുറിയുറുക്കള നല്ല ചെറുപ്പക്കാരെ ഡ്രൈവർമാരാക്കണത്. ഭാര്യയും മക്കളും ഉണ്ടോ? ആക്സിലേറ്റർ സമ്മതിച്ചാൽ കാലങ്ങോട്ട് സമ്മതിക്കൂല. നമ്മൾ പഴയ ആൾക്കാരല്ല, സെലിബ്രിറ്റികളാണ്. കാരണം ഇവര് കുളിച്ച് കുറിയും തൊട്ട് വലതുകാലം വെച്ച് ബസ്സിലേക്ക് വരുന്ന കാണുമ്പോ തന്നെ അരവിന്ദസ്വാമി നിലവിളക്കം കത്തിച്ചു വരുന്നു. ഒരു കാലത്ത് ജാനകിയുടെ ഹീറോ ആയിരുന്ന കാർത്തി. 4-5 എഞ്ചിനീയറിംഗ് കോളേജുള്ള റൂട്ടാ. ഓ, കളക്ഷൻ എടുത്ത് അവൻ മരിക്കും തെണ്ടി. അവന്റെ ഒക്കെ ഒരു യോഗം. അപ്പന്റെ ഇത് കണ്ട ആ ബസ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഇവന്റെ കൂടെ സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ഫാൻസിനെ കൊണ്ട് തോറ്റു. പാസഞ്ചേഴ്സ് നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കണം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസസ്. എന്താട്ടാ നീ കളിക്കാണ്? അധികം തപ്പണ്ട, നീ ഗവിയിലെ കുട്ടിയാണ്, നാട്ടുകാർ തപ്പും. പൂനുള്ളി മുടിയിൽ